everyone to your favorite show. ഏതാ നമ്മുടെ സ്റ്റാർ മാജിക്. അപ്പളേ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ എൻ്റയർ ടീമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം ദ എൻ്റയർ ടീം ടു സ്റ്റാർ മാജിക്. അതല്ലത് തെരുവ് സർക്കസ് കരാട്ടല്ല സൈക്കിളിനകത്ത് അതല്ലേ? അത് നിങ്ങൾക്ക് ധാരാളം പോക മനസ്സിലാവും. ശരി, അതൊക്കെ പോട്ടെ. എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകൻ വന്നിരിക്കാണ്. പക്ഷേ എന്ന് പോട്ടെ സ്കൂളില്. ഞാൻ പെൻഷനായി. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്നെ കണ്ടിട്ട് തോന്നില്ല. കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇലവെട്ടിപ്പുഴു. ഒരു മിനിറ്റ്, ചുണ്ടനീ കഴിഞ്ഞ മീശ പോവോ? വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അല്ല, ഈ തങ്കുന്റെ അപ്പുറത്താരാണ്? കുതിരക്കാരൻ. ഞങ്ങള് പേരായിട്ട് വന്നേക്കുക. അവനോട് അധികം നിക്കണ്ട, പെട്ടെന്ന് പേരാവും. അല്ല, അങ്ങനെയല്ല, പെട്ടെന്നൊരു പേരാവും എന്നുള്ള നല്ല പേരാവും. പെട്ടെന്ന് പേരാവും, ഫേമസ് ആവും എന്നല്ലേ ഉദ്ദേശിച്ചത്? തട്ടുന്നോണ്ട് അവൻ അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ശരി, ഇത്ര ആൾക്കാർ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഏട്ടാ ഊണ് കാലായേ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയില് ആ തറവടുത്തോടുകൂടി ആ കുട്ടിയോടെ മിണ്ടാണ്ട് വെക്കണുണ്ടോ? ആരാ? അന്തർജനം. കോലോത്തെ തമ്പ്രാട്ടിയാ. ഏത് കോലോത്തേടാ? അല്ല, ഈ സാരിയെ കൊടുത്ത് വന്നതിന്റെ കാര്യം ഒന്ന് പറയാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗി. എന്റെ അടുത്ത് ഭംഗി കൂടും. ഒന്നും പറയാനില്ല. മാറ്റാൻ വേണ്ടി യൂട്യൂബിൽ കമന്റ് ഇട്ട് തുടങ്ങി. ശാലുന്റെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയും. എല്ലാരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതെ അതെ, ഇതാണല്ലോ ശാലീന സുന്ദരി. എനിക്ക് ഇഷ്ടായി. എനിക്കൊരു ആഗ്രഹമുണ്ട്, പുതിയ കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ. ചേച്ചി, പുതിയ കുട്ടീനെ കൊണ്ട് ബിനീഷേട്ടന്റെ കരണത്തടിപ്പിക്കാം. അത് നല്ലൊരു ടാസ്ക് ആണല്ലോ. അത് കൊള്ളട്ടോ. സൂപ്പർ, നന്നായിട്ടുണ്ട്. നീ ഇനി 2 കൊല്ലത്തേക്ക് ഒന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ ചുമ്മാ പൈസ പേയ്മെന്റ് കൂട്ടി കൊടുക്കാൻ കമ്പനിയിലൊന്ന് പറഞ്ഞാലോ? ഹലോ, അപ്പളേ എപ്പിസോഡ് തുടങ്ങിയിട്ട് അരമണിക്കൂറായി. എല്ലാം എഡിറ്റ് ചെയ്ത് കളയാനുള്ള കോമഡീസ് ആയിരുന്നു എപ്പിസോഡില്. അപകടകരമായ ഒരു മുന്നറിയിപ്പ് ഞാൻ തരാം. നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഗസ്റ്റിനെ വിളിക്കുക. അതെ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേട്ടോ. കൈവക്കൂ. സ്റ്റാൻഡപ്പ് കോമഡിയുടെ ചേട്ടൻ വാക്കിംഗ് കോമഡി. ശരി, അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായി മാറിയ മേനക ചേച്ചി ഇന്നും നമ്മളോടൊപ്പം ഉണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം നമ്മുടെ എവർ ഗ്രീൻ ആക്ട്രസ് ശ്രീമതി മേനക സുരേഷ്.
ചോദിച്ചു വാങ്ങിച്ചെന്ന്. ഇപ്പോഴാണ് ശരിക്കും ശുഭായത്. എന്തേ നമ്മൾ താളമില്ലാതെ മേനക ചേച്ചിയുടെ കാലച്ചെന്ന് ചവിട്ടി. എന്തായാലും എൽക്കാ sister ന് മേനക ചേച്ചിയെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ പവർ സ്റ്റാർ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. സോ വെൽക്കം ആ പവർ സ്റ്റാർ ടു സ്റ്റാർ മാജിക്. എന്തൊരു വൈബ. ഈ ഒരു ചുറുചുറുക്കിന്റെ രഹസ്യം എന്താ? ഹാപ്പി. യെസ്, എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ ആണ്. നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ ചാനൽ എന്താണ് നല്ലത് ആഗ്രഹിക്കാത്ത? വിനീഷിന് എന്താണ് മാറ്റാത്തത്? കഴിഞ്ഞ തവണ പ്രേമിച്ചില്ലേ? ചുമ്മാ ഒന്ന് ഇടിച്ചാ എങ്ങനെ? എനിക്ക് വേറെ ആളെ പ്രേമിക്കണ്ടേ? പ്രേമിക്കണ്ടേടാ. ശരി. അപ്പോ ഇന്നത്തെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ വന്നപ്പോ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഇതിൽ ആരെങ്കിലും നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് ഒരാളെ ഉള്ളൂ. ഒരാൾക്ക് എന്നെ ഇവിടെ ഇഷ്ടമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വാക്ക് എന്നോട് സംസാരിച്ചിട്ടില്ല. അതാരാത്? നീ അത് വാക്കാണ് സംസാരിക്കുന്നത്. അനുവല്ല. അനുവല്ല, ഞാനോ? കോലത്തെ തമ്പുരാട്ടിയാണോ? ശാലു. എന്താ സംശയം? ഹായ് പറഞ്ഞായിരുന്നു. ആയാലും എനിക്ക് വാക്ക് ഒരു വർത്തമാനവും കേട്ടില്ല, ശബ്ദവും ഇല്ല, അല്ല അത് ഒന്നുമില്ല. എന്നോട് മാത്രമല്ല ഇവിടെ ആരോടും ഉണ്ടാറില്ല ഈ കുട്ടി. അങ്ങനെയല്ല, ഇവിടെ ഇത്രയും ഒച്ചപ്പാട് ബഹളവും നടക്കില്ല. ഇതിന്റെ ഇടയ്ക്ക് എന്റെ സൗണ്ട് കേൾക്കത്തില്ല. അതാണ്. ആണോ? ഞാനിവിടെ എന്തൊക്കെയോ അല്ല, എനിക്ക് എന്നാ വെച്ചാൽ ഞാൻ ഇവിടെ ചോദിക്കായിരുന്നു, എന്നെ ഇഷ്ടമില്ലേ? മിണ്ടുന്ന പോലും ഇല്ലല്ലോ, ഒന്ന് ചിരിക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ. എന്തായാലും സംസാരിക്കണം. ഇവന്റെ അണ്ണാക്കിൽ അത് തിരികെ കയറ്റി വെച്ചിട്ടേ ഇവിടെ സംസാരിക്കാം. എന്നാലേ പ്രശ്നമില്ല. ഇന്നലെ രാത്രി മുതൽ ഒരു കാക്കപ്പുള്ളി ഫിറ്റ് ചെയ്ത് നടക്കുക ഒരാള്. മേനക ചേച്ചി കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പൊ ഒരാള് ചേച്ചി ചേച്ചി. അപ്പൊ എന്താ, എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അവളെ ചൂല് വെച്ച് കുത്തിയതാണ്. ഇത് തങ്കച്ചൻ ഇവളുടെ റിഹേഴ്സൽ നടന്ന ബീഡിക്ക് കുത്തിയതാണ്. മേനക ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം, ഇതിൽ ആരെയൊക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തു, ഏതൊക്കെ ക്യാരക്ടറാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് പെട്ടെന്ന് മനസ്സിലായി. ദേവദാരു പൂത്തു മനസ്സിലായി. വിജയിച്ചിരിക്കുന്നു. പിന്നെ ഇത് എങ്ങനെ നീ മറക്കുമില്ല? ശരത്കാല സമയം. ഒരു മണിക്കൂറായി ആ മീശ കൊടുകൈ. അല്ല, ചേച്ചിയുടെ കൂടെ കൈതപ്പുറം അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. പിന്നെ എന്തിനാ പുള്ളി ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, അത് ആനയായിരുന്നു. പക്ഷെ ആനയായിട്ട് അഭിനയിക്കുന്നുണ്ട് ഇതിനകത്ത്. അതിൽ ആ പാട്ടിലൊരു വരിയുണ്ട്, മനസ്സിലായി. അതുകൊണ്ട് ചന്ദനക്കുറിയുമ എന്ന് പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ആയി പോയി എന്നാണ് വിചാരിച്ചത്. ഒരു ചെറിയൊരു സീക്രട്ട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇന്ന് ശരിക്കും ഈ ഷൂട്ടിന് വരാനായിട്ട് രാവിലെ എത്ര മണിക്ക് എണീറ്റിട്ടുണ്ടാവും? ഞാൻ എപ്പോഴും രാവിലെ 3:30 മണിക്ക് എണീക്കുന്നു. എന്നിട്ട് 3:30 മണിക്കോ? അപ്പൊ എത്ര മണിക്ക് രാത്രി ഉറങ്ങും? ഞാൻ 9 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഉറങ്ങിയിരിക്കും. ചേച്ചി 3:30 എഴുന്നേൽക്കുമ്പോ തങ്കച്ചനൊക്കെ മോശം കഴിഞ്ഞിട്ട് വന്ന സമയം അത്. 3:30 മണിക്ക് എണീക്കും എന്ന് പറഞ്ഞു. എണീറ്റിട്ട് എനിക്കൊരു ധ്യാനമുണ്ട്. ധ്യാനം ചെയ്യും, മന്ത്രങ്ങൾ പറയും. അത് കഴിഞ്ഞ് ഗായത്രി മന്ത്രമുണ്ട്. അത് കഴിഞ്ഞ് യോഗ കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങളായിട്ട് യോഗ അഭ്യസിക്കുന്നുണ്ട് അല്ലേ? ഇന്നും ഇവിടെ യോഗ മാറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ അതെന്താ ചേച്ചി ഇവിടെ വന്നിട്ട് യോഗ മാറ്റണേ? യോഗ സാധാരണ യോഗ മാറ്റിലാണ്, അല്ലാണ്ട് ആരുടെയും തലയിൽ കയറിയല്ല ചെയ്യുന്നത്. അങ്ങനെ ഇത് യോഗയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് തങ്കച്ചൻ ഈ വിഗ്രഹമൊക്കെ ആയിട്ട് 3 ഓപ്ഷൻസ് വരെ ബുള്ളറ്റിൻസ് പോലെ. ഒന്ന് ലൈക്ക് ആക്ട്രസ് മേനക സുരേഷ്, ഒന്ന് അമ്മ മേനക സുരേഷ്, ഒന്ന് വൈഫായിട്ടുള്ള മേനക സുരേഷ്. ഇതിൽ ഏതാണ് ഏത് റോളാണ് ഏറ്റവും ആദ്യം ടേക്കപ്പ് ചെയ്യുക? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വൈഫ്. അത് ലൈക്ക് റയർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അല്ല, ആക്ട്രസ് എന്നുള്ളത് പ്രൊഫഷനാണ്. അത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ പ്രൊഫഷൻ ഇருக்கு. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാവാം, അത് വേറെയാണ്. പക്ഷെ നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുവാവേ ഉണ്ടാവുള്ളൂ. നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഫഷന് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. സോ വൈഫ്. നിനക്ക് 3 ഓപ്ഷൻ തരാം. എന്താ ഓപ്ഷൻ? ഒന്ന് ആർട്ടിസ്റ്റ്, ഒന്ന് വൈഫൈ, 2 എക്സൈസ്, 3 സതീശൻ. ഇതിലേതാണ് നിനക്ക്? ഞാനുണ്ട്. സതീശൻ. അപ്പൊ മാറ്റി നിനക്ക് വേണ്ട? അച്ഛൻ ഉണ്ടെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അച്ഛൻ മാറ്റണം, നീ എന്നെ ഉറപ്പിച്ച. കാരണം നല്ലൊരു ലൈഫ്. ഒരു ഓപ്ഷൻ കൂടെ, സൂസു, സ്റ്റാർ മാജിക്, ഡുണ്ടുണ്ടു പിപി. ഇതിലേതാണ് നിനക്ക് ഇഷ്ടം? സ്റ്റാർ മാജിക്. അപ്പൊ എന്റെ ഡുണ്ടുണ്ടു പിപിയാ? അയ്യ, അത് ആർക്ക് വേണം? നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട. കൊണ്ടുപോ. തങ്കച്ചന്റെ ഡുണ്ടുണ്ടു പിപി കണ്ടിട്ടുണ്ടോ?
ഇല്ല കണ്ടിട്ടില്ല. കാണാത്തത് നന്നായി. യൂട്യൂബ് ചാനലാണ്. ഇത് യൂട്യൂബ് ചാനലാ. ആൽബമാണ് മാഡം. ഞാൻ എന്താണെന്ന് ലിങ്ക് പറഞ്ഞാൽ ഞാൻ കാണാം. മാഡം ഇത് ആൽബമാണ്. ആൽബം എന്ന് പറഞ്ഞ ആൽബം കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഈ ഡുണ്ടുണ്ട് ബിപി. തമിഴ്നാട്ടിൽ മാത്രം അങ്ങോട്ട്. 10 പേർക്ക് അറിയാം. യെസ്, അപ്പോ നമ്മൾ റെഡിയാണ്. വി ആർ സെറ്റ്. അപ്പോ ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ ശരി, ഞാൻ വേറെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇത്രയും ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ഭാഗത്തിൽ എന്താണ് വേണ്ടത്? ചേച്ചി, ആ? ഗിവിംഗ് സ്പേസ് ടു ഈച്ച് അതർ ആൻഡ് റെസ്പെക്ടിങ് ദെയർ ലൈഫ്. അതാണ് ബിനീഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ പ്ലീസ്. അത് മലയാളത്തിലൊന്ന് വിവർത്തനം ചെയ്യൂ. എനിക്കറിയാൻ പറ്റില്ല. ടീമേ, നമുക്ക് ഊഹിച്ചെടുക്കാം. ജസീൽ ഒന്നുകൂടെ പറയൂ. അതായത് താഴെ നിൽക്കുന്ന ആൾക്കാര് എവിടെ താഴെ? സ്റ്റേഴ്സിന്റെ താഴെ. അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. ഗിവിംഗ് സ്പേസ് ടു ഈച്ച് അതർ ആൻഡ് കൺസിഡറിംഗ് ദയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഓക്കെ, അയ്യോ അത് കറക്റ്റ് ആണ് ചേച്ചി. പോകുമ്പോ ഇവർക്ക് കൊടുത്തിട്ട് പോലുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഒരേ ഒരു കാര്യം പറയാം. ആണുങ്ങളായാൽ കുറച്ച് അഹങ്കാരം ഉണ്ടാവും തീർച്ചയായിട്ടും. അഹങ്കാരം, ഈഗോ ഉണ്ട്. ചാപ്പാടിലായാൽ പോലും പറയും ഈഗോ ഉണ്ട്. മനസ്സിലായോ? ഈഗോ ഉണ്ട്. അതേപോലെ പെണ്ണുങ്ങൾക്ക് ഇമോഷൻ ഒരുപാടുണ്ട്. ഉണ്ട്. Correct ആണോ? അതെ. പ്രോഗ്രാം അറിയില്ല. മാറിയില്ല അവിടേക്ക്. കഥയിൽ ഓക്കെ, എല്ലാ ഈഗോ അങ്ങോട്ട് പോ. ഇത് തന്നെ കണ്ടില്ല ഈഗോ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പൊ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോ. ഞങ്ങളെ കുറിച്ച് അടച്ചാക്ഷേപിക്കുന്ന പോലെയല്ലേ ഞങ്ങൾക്ക് ഈ കൊണ്ടെന്ന് പറഞ്ഞത്. ഓടാ, ഈഗോ ഉണ്ട്. ഞാൻ കറക്റ്റ് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാ റെസ്പെക്ട് തരണം. തീർച്ചയായിട്ടും തരണം. അതേപോലെ ആണുങ്ങളും അതെ. പെണ്ണുങ്ങളുടെ ഇമോഷന് വാല്യൂ തരണം. യെസ്, എന്തിനു വാല്യൂ? ഇമോഷൻ. അവർക്കൊരു ഇമോഷൻ ഉണ്ട്. അതെ അതെ, നമ്മളെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സിൽ പൈസ എടുത്തിട്ട് ഒരു ഇമോഷനില്. അയ്യോ, ഇമോഷനൊക്കെ എപ്പോ നോക്കിയാലും പൈസയേ ഉള്ള ചിന്തയില്. ഒരു ആഹാരം ഉണ്ടാക്കിയാൽ ആ ആഹാരം കൊള്ളില്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കി കേട്ടോ, നല്ല ഭംഗിയുണ്ട്, അതാണ് നല്ല ടേസ്റ്റ് ആണ്, നീ അടുത്ത പ്രാവശ്യം ഇതുപോലെ വേറെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരപ്പ വീഴും. മേന ചേച്ചി, കല്യാണത്തിന് ശേഷം ഫൈറ്റ് ചെയ്ത് നേടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വന്നിട്ടുള്ള മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സുരേഷ് ചേട്ടനിൽ? വീട്ടിൽ നിന്ന് മാറ്റിയായിരിക്കും. സുരേഷ് ഏട്ടനെ ഞാൻ മാറ്റിയിട്ടേ ഇല്ല. എന്താണ്? സുരേഷ് ഏട്ടനാ ഇരിക്കുന്നതാണ് എനിക്ക്. അവരെ ഞാൻ മാറ്റിയിട്ട് സുരേഷ് ഏട്ടനായിരിക്കണം, ഞാനായിരിക്കണം. അതിൽ രണ്ടുപേരും അങ്ങനെയാണ്. രണ്ടുപേർക്കും ഈക്വൽ ഫ്രീഡം, ഇൻഡിവിജ്വാലിറ്റിക്ക് വളരെയധികം സ്പേസ് കൊടുക്കുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കേട്ടോ ചേട്ടന്മാരെ, നമ്മളിവിടെ ലൈക്ക് ഫെമിനിസം അങ്ങനത്തെ കാര്യമൊന്നും അല്ല കേട്ടോ സംസാരിച്ചേ. പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും വേണ്ട സ്പേസ് ആൻഡ് റെസ്പെക്ട് മ്യൂച്വലി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവരെ ലൈക്ക് വാല്യൂ ചെയ്യണം എന്നുള്ളത്. ഇതാണ് അതിന്റെ അർത്ഥം കേട്ടാ. ശരി, ഓക്കെ. അതല്ല, ഈ സുമ ഇടയ്ക്കിടയ്ക്ക് ഇത് കഥയിൽ ഇത് ജീവിതമാണോ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാ. സ്റ്റാർ മാജിക് തന്നെയാണോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജീവിതത്തിലും പല കഥകളും ഉണ്ട്, പല മുഖങ്ങളുണ്ട്, പല യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്നുള്ള ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ടോക്ക് അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മേനക ചേച്ചിയെ നമ്മളിതാ വളരെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ വെൽക്കം ചെയ്യാണ്. റെഡിയാണോ? അടിച്ചുപൊളി അതൊക്കെ മേലെ റെഡിയാണോ? സോ വൺസ് അഗൈൻ ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടാണ് മോനെ. ഇതാണ് ടുണ്ടുണ്ടും പിപ്പിപ്പി. തങ്കു പാടിയതാ. തങ്കു പാടിയതാ. സൂപ്പർ. ടുണ്ടുണ്ടും പിപ്പിപ്പി. We welcome you, Chechi, please. ഇനി നോൺ സ്റ്റോപ്പ് ഗെയിംസിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. ശ്രീവിധി ഒട്ടും താല്പര്യമില്ലാത്തതൊരു സന്തോഷത്തിലാണ് അല്ലേ? ഓക്കെ. ഹായ് ഐഷു, ഹൗ ആർ യു? എക്സൈറ്റഡ്? ഓക്കെ. ശ്രീവിധി എന്താണ് മണൽ വരാൻ പോണേണോ? അല്ലല്ല, എഞ്ചിനീയർ ആണ്. മെമ്പറിന് ഒരു വിശ്വാസം വേണം. അതെ. പിന്നെ ഐശ്വര്യ പുതിയ കുട്ടിയാണെന്ന് എനിക്കൊരു ബോധമില്ലെങ്കിൽ ഐശ്വര്യക്ക് പറഞ്ഞില്ല. ലക്ഷ്മി, കുറെ നാളുകളായിട്ട് ഞാൻ എന്റെ ടീം ഇങ്ങനെ തോറ്റോണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പൊ ഐശ്വര്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് നമ്മുടെ ടീമിനെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രതീക്ഷ. ആ പേരിലൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ട്. ഐശ്വര്യം ഉണ്ടാകും. ചിലപ്പോ ഐശ്വര്യം ഉണ്ടായാലോ. എന്തായാലും ഇവിടെ
എന്ത് പാരമ്പര്യമാണ് തുടരാൻ പോണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലക്ഷ്മിക്ക് എവിടെയെങ്കിലും പോകാൻ തിരക്കുണ്ടോ? കോമഡി വേണ്ടേ? ഒരു കോമഡി പറഞ്ഞിട്ട് തുടങ്ങാം. എനിക്ക് പോവാൻ ഒരു ധൃതിയില്ല, പറയൂ. ഒരാള് ബാർബർ ഷോപ്പാന്ന് കരുതി ഹോട്ടലിൽ കയറിയ കാര്യമൊന്നും എനിക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ കേട്ടോ. എനിക്ക് ഒരു ധൃതി ഉണ്ടായിട്ടല്ല, കേട്ട് നിൽക്കാനുള്ള ത്രാണില്ലാത്തതുകൊണ്ട്. ഈ തോളെ കിടക്കണ ലുങ്കി ഒന്ന് കയറാവോ? അതായത് ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. രണ്ട് ടീമും ഒരുമിച്ചായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കുക. ഈ ടീമിൽ നിന്ന് ഒരാൾ, ഈ ടീമിൽ നിന്ന് ഒരാൾ. കയ്യിലിരിപ്പോണ്ടാണോ എന്ന് അറിയില്ല, രണ്ടുപേരുടെ കാലിൽ നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട്. കയ്യിലിരിപ്പോണ്ട് കയ്യിലല്ലേ കെട്ടണ്ടേ, കാലിലല്ലോ. കാലിലും കെട്ടാം. ഓക്കെ. Okay. ഇവർ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് ഇവരുടെ ഈ ഒരു ക്യാപ്പില് നമ്മൾ ഒരു സൂചി, ഒരു നീഡിലും കൂടെ വെച്ചിട്ടുണ്ട്. മാക്സിമം ഇവർ കാലുകൊണ്ട് ബാലൻസ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ഈ ബലൂൺസ് കംപ്ലീറ്റ്ലി, അതായത് പൊട്ടിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ബാലൻസ് അനുസരിച്ചിട്ടിരിക്കും ഇത് എങ്ങനെയാണെന്ന്. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് കാലിക്കറ്റ്. എന്താ കാലിക്കറ്റ് എന്ന് മനസ്സിലായോ? സ്ഥലമല്ലേ? മനസ്സിലായില്ല? മൂവിംഗ് ഓൺ ടു ദ ഗെയിം. കാലിക്കറ്റ് എന്ന് പറഞ്ഞാ കാലിക്കറ്റ്. ഈ ഒരു ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ കാലിക്കട്ടി ജയിച്ചാണെന്നെങ്കിലും പറയാം. അച്ചടക്കം കൊണ്ടും എല്ലാ രീതി കൊണ്ടും ഏത് ടീമാണ് ഡിസിപ്ലിനറി രീതിയിലൊക്കെ ജയിക്കാൻ പോണേ? ഓസ്കാർ അവാർഡ് വേണമെങ്കിൽ എനിക്ക് കിട്ടും, പക്ഷെ ഇതിന് ആൻസർ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അച്ചടക്കം എന്നുള്ളൊരു വാക്ക് ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. ശരി ചേച്ചി, ഞാൻ ഒരു കാര്യം മാറ്റി ചോദിക്കാം. ഏറ്റവും നല്ല തല്ലുകൊളുത്തരത്തിനുള്ള കുറച്ച് ഇവിടെ ഇപ്പുറത്ത് അവിടെയും ഒന്ന് രണ്ടുണ്ട്. ശരി, അപ്പൊ സ്റ്റാർ മാജിക്കില് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കാലിക്കറ്റ്. So let's start the game. കാലിക്കറ്റ് countdown please. 3, 2, 1. തല നേരെ ഫ്രണ്ടിലോട്ട് ഐശ്വര്യ കളിക്കോ ഐശ്വര്യ? അങ്ങനെ നോക്കരുത്, നോക്കിയാലോ സൂചി. Very good ശ്രീവിദ്യ. സിമ്പിൾ സിമ്പിൾ. Super, very good, very good. യെസ് യെസ് ഐശ്വര്യ കമാൻ കമാൻ. നമുക്ക് ബുദ്ധി എന്തെങ്കിലും എന്തിനാ ഉപയോഗിക്കാനല്ലേ? കമോൺ കമോൺ, മാർഗമല്ല ലക്ഷ്യമാണ് വലുത്. ഐഷു, just concentrate. ശ്രീവിദ്യ എന്നും ജിമ്മി പോണ ആളല്ലേ, എന്തായി കാണിക്കണം? നിങ്ങളിത് കാണുക. എന്റെ ഐശ്വര്യ, ഇതൊക്കെ വിളഞ്ഞ വിത്താണ്. ഇതൊക്കെ ഇതിനപ്പുറം കാണിക്കും. ശ്രീവിദ്യ ആൻഡ് ഐശ്വര്യ ഇവർ ഒരുമിച്ചായിരുന്നു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഐശ്വര്യനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഈ ഫ്ലോറായിട്ട് ഇണങ്ങി വരുന്നേ ഉള്ളൂ, പുതിയൊരു മെമ്പർ അല്ലേ. കുപ്പുതികളും സ്ട്രാറ്റജീസും ഒന്നും അറിയില്ല. പക്ഷേ ശ്രീവിദ്യ ആക്ച്വലി ഓരോന്ന് പൊട്ടിക്കുമ്പോൾ ശ്രീവിദ്യ തന്നെ ഇത് ഞാനാണോ എന്ന് ആലോചിക്കായിരുന്നു അല്ലേ. ബട്ട് ബ്രില്യന്റ് പ്ലേ, നന്നായിട്ട് ഗെയിം കളിച്ചു. അഭിമാന പ്രശ്നം കംപ്ലീറ്റ്ലി അവിടെ വിൻ ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ 1 point കിട്ടിയിട്ടുള്ളത് ശ്രീവിദ്യ ആൻഡ് ടീം. കൺഗ്രാറ്റുലേഷൻസ് തങ്കു ആൻഡ് ടീം. അടുത്തത് ആരാണ് ഇറങ്ങാൻ പോണേ? തങ്കച്ചനെ കാല് കെട്ടാം. തങ്കച്ചന്റെ കാല് കെട്ടിയിട്ടും കൈ കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളുടെ യുവ ഇറങ്ങുന്നെങ്കിൽ ഞങ്ങളുടെ ടീമിൽ നിന്ന് മൃദുല ഇറങ്ങുന്നു. ഓക്കെ, അപ്പൊ ഇതിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഈ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. പക്ഷെ രണ്ട് ടീമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാലിക്കറ്റ് കൗണ്ട്ഡൗൺ പ്ലീസ്. 3, 2, 1. കാല് പൊക്കിയാലേ വരുവുള്ളൂ ഇവിടെ. രണ്ടുപേരും ഒരുപോലെ അല്ലേ? യുവ എന്തായി കാണിക്കണേ യുവ? പോട്ടെ. കാല് പൊക്കിയിട്ട് ചാട്. വെരി ഗുഡ് മൃദുല. വില
കമോൺ കമോൺ യുവ ഇവന് യുവ എന്നുള്ള പേരുണ്ട്. എന്നിട്ടേ വെറുതെ ഇങ്ങനെ ചാടരുത്, ഈ കാല് ഉപയോഗിക്കണം. തല മുന്നോട്ട് വെട്ടിക്ക്. യുവ ഇടതുകാൽ മുന്നോട്ട് വെച്ച തല ഉയർത്തി തല വലതൊഴിഞ്ഞ് കാല് പൊക്കി ഒരു വിത്ത് തരാവോടാ, ഒന്ന് മുളപ്പിച്ചെടുക്കാനാണ്. ഇങ്ങനെയൊന്നും അല്ലടാ. സ്വന്തം ഭർത്താവിനെ തോൽപ്പിച്ചുകൊണ്ട്, സ്വന്തം ഭർത്താവിനെ ഇളിപ്യനാക്കിക്കൊണ്ട്, സ്വന്തം ഭാര്യ ഇതാ വിജയക്കൊടി മാറിച്ചുകൊണ്ട് നിങ്ങൾ ഇത് കാണുവിൻ. മുന്നോട്ട് വെക്കടാ. എടാ ഇതാ നീ അല്ലടാ യുവ, ഇതാ യുവ. തൊപ്പിയുടെ മുനയ്ക്ക് മൂർച്ച പോരാ. മൃദുല, ഈ ഒരു വിജയത്തെ മൃദുല എന്ന ഭാര്യ എങ്ങനെ നോക്കി കാണുന്നു? മൃദുല എന്ന ഭാര്യ ക്യാപ്റ്റൻ കാണുമ്പോ ഭയങ്കര വിഷമുണ്ട്. കഷ്ടം. അങ്ങനെയല്ല, എന്റെ ഏട്ടനല്ലേ, എത്രയൊക്കെ പറഞ്ഞാൽ എന്റെ ഭർത്താവല്ലേ. അത് കണ്ടു. ഭാര്യ ഭർത്താവിനെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. പക്ഷെ ഗെയിം സ്പിരിറ്റ് വരുമ്പോ നമ്മൾ നോക്കില്ല. സ്റ്റാർ മാജിക് ഗെയിം അങ്ങനെ വരുമ്പോ നമ്മൾ നോക്കില്ല. പണത്താവ് അങ്ങോട്ട് വായും പൊളച്ച് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പണത്താവ് യുവ എന്തോന്ന് ചാണകം ചവിട്ടുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്കതല്ലേ അറിയൂ. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ഗെയിം ആവുമ്പോ ജയിക്കും തോക്കും, അതൊക്കെ വിഷയമൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു തോൽവി ഉണ്ടല്ലോ. യുവ എനിക്ക് തോന്നുന്നു വിട്ടുകൊടുത്തിരിക്കുകയാണ് കേട്ടോ. അയ്യോടാ. മൃദുല ജയിച്ചോട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോ വീണ്ടും 1 പോയിന്റ് ഈ ടീമിലേക്ക്, തങ്കുന്റെ ടീമിലേക്ക് പോകുമ്പോൾ 1+1 = 2 ആൻഡ് ഈ ടീമിലേക്ക്, ഉല്ലാസന്റെ ടീമിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ആനമുട്ട. എന്താണ് ഈ കാണിച്ചത്? ഇങ്ങോട്ട് വരൂ, കാണിച്ചു കൊടുക്കും. അതെ, ഞങ്ങള് തോൽവി സമ്മതിച്ചു. ഇവനാ കളിക്കാൻ പോകുന്നത്. ബിനീഷ് ബാസിനാകുമ്പോ ഇത് മിക്കവാറും ജയിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ? ഈ തലയ്ക്ക് കനമില്ലാത്തോണ്ട് ഇത് പൊങ്ങി അങ്ങ് പോയി പൊട്ടിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് പോകുമ്പോ എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പോയിന്റും കൂടെ ജിഷൻ ചേട്ടനാണ് ഇപ്പൊ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഹലോ, പക്ഷേ ബിനീഷ് ബാസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസരം അതൊരു തുറുപ്പിച്ചിട്ടാണ്. അല്ല, ഞാൻ ചൂണ്ടിയിടുമ്പോഴേ നല്ല ഇര കോർത്താണ് ഇടാറുള്ളത്. നല്ലൊരു ഇരയല്ല ഉള്ളി. അല്ല ബിനീഷ് പാചകം നിർത്തിട്ട് കളിച്ചു. കാലിക്കട്ട് എന്നുള്ള ഈ ഒരു ഗെയിമില് ഫൈനൽ ക്ലൈമാക്സ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Finish busted! Super! ബിനീഷ്, come on, ബിനീഷ്. ചാടരുത്, കാല് പൊക്കെ. കാല് പൊക്കി ചാടരുത്. Come on, ബിനീഷ്. പയ്യെ. ഇതങ്ങ് വലിച്ചാ മതി. ഇല്ലല്ല, ആർച്ചർ വരട്ടെ. തലേന്ന് വീണപ്പോ പിടിച്ചപ്പോ ഇത് കൊണ്ട് കയറിയിട്ട് ആ ഒട്ടിപ്പങ്ങളായി.
ചെറുതായിട്ടൊന്ന് നമ്മൾ പേടിച്ചു കേട്ടോ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ജിഷ്ണേട്ട തന്നെ കളിക്കാന്നാ പറഞ്ഞത്. ജിഷ്ണേട്ട ഓക്കെ അല്ലേ? നമ്മൾ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞോ. പക്ഷെ പുള്ളിക്ക് ആ ഗെയിം തീർത്തേ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കാല് വെക്കടാ, കാല് വെക്കടാ. സൂപ്പർ, ഗുഡ് ജോബ്. ഈ ഒരു ഗെയിമിൽ ജിഷ്ണേട്ടന് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴും നമ്മൾ മാക്സിമം പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ജിഷ്ണേട്ട ഇനി ഇരിക്കൂ, വേറൊരാളെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോഴും പുള്ളിക്ക് ആ ഒരു ഗെയിം തീർക്കണമായിരുന്നു. പക്ഷെ ലാസ്റ്റ്, അതായത് ദൈവം ഇങ്ങനെ പല രീതിയിൽ കൊണ്ടുവന്ന് പറയില്ലേ, 1:1 നിന്നപ്പോ ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റില് ലാസ്റ്റ് റണ്ണിന് ഇരിക്കുന്ന പോലെ ആയിരുന്നു. ലാസ്റ്റ് ബോളിന് വേണ്ടി ഒരുപാട് തല കുലുങ്ങിയില്ലേ, തലച്ചോറ് ഇളകിയിട്ട് നീ എന്തും സംഭവിക്കാം. അനു എന്താ എന്നോട് പറഞ്ഞത്? പറഞ്ഞോട് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു പാവം തോറ്റു കൊടുക്ക. അനു എന്താണ് തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾറെഡി 2 പോയിന്റ് കൂടുതലല്ലേ അവർ ഇരിക്കുന്നത്. അല്ല, അതിന് മുന്നേ ടീം നന്നായിട്ട് കളിച്ചു. അല്ല, 3-ൽ 2 പോയിന്റ് ആൾറെഡി അവരാണ്. അതിലെന്താ തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ജിഷൻ ചേട്ടൻ ആൻഡ് ടീം. ഈ മ്യൂസിക് വന്ന ആകെ പ്രശ്നമാണ്. ഈ ഒരു ഗെയിമില് പക്ഷേ എന്ന വാക്കിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രേക്ഷകര് പറയാണ് ഈ ഒരു ഗെയിമില് ജിഷൻ ചേട്ടന്റെ ടീം ജയിച്ചെങ്കിലും അവർ കൂടുതലായിട്ടും 2 പേരുടെ ഗെയിം കാണാനായിട്ട്, അതും അനുവിന്റെ ഒരു പരാമർശം വന്നു, ഞങ്ങൾ തോറ്റു കൊടുത്തതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ തോറ്റു കൊടുക്കാൻ കാണിച്ച മനസ്സുള്ള മനസ്സിന്റെ ഉടമയെ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യാണ്. സാക്ഷാൽ അനുമോൾ അനുക്കുട്ടി, ഒപ്പം സോൾ തങ്കക്കുട്ടൻ, നമ്മുടെ തങ്കക്കുട്ടിയും കൂടെ ഒപ്പം ഈ ഗെയിം കളിക്കുകയാണ്. പക്ഷേ ഓൾറെഡി ഗെയിം കഴിഞ്ഞു, നിങ്ങളാണ് വിൻ ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർ അങ്ങനെ പറഞ്ഞത് നിരസിക്കാൻ പാടൂ. നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇതിലും ഫ്രണ്ട്ലി മാച്ചിലേക്ക് പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ് ഫോർ കാലിക്കറ്റ്. 3, 2, 1. അനു ചാടരുത്. നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ഈ ഗെയിം തോറ്റു കൊടുത്തിരിക്കുകയാണ്. കാരണം ശമ്പളം മുതലാവണം, നല്ല ശമ്പളം വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. 2 ചാട്ടം ചാട്ടെന്ന് വിചാരിച്ചു. തോറ്റു തന്നതല്ല, കാലോ കയ്യോ ഉളുക്കിയിട്ടുണ്ടായിരിക്കും. നേരത്തെ അനു പറഞ്ഞില്ലേ ഞങ്ങൾ തോറ്റു കൊടുത്തതാണെന്ന്, അത് സത്യമാണെന്ന് കാണിക്കാൻ അനു തന്നെ വന്ന് കളിച്ച് കാണിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചതല്ല, അവരാണ് നിങ്ങൾ ജയിക്കാനായിട്ട് തോറ്റു കൊടുത്തത്. അടുത്ത ഞാൻ വിജയിപ്പിച്ച കൈ തരാം. മേനക ചേച്ചിക്ക് ഞാൻ നേരത്തെ ഒരു ഹിന്ദി തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജയിച്ച ടീം തോറ്റ ടീം ഞങ്ങൾക്ക് കിട്ടിയില്ല ഹിന്ദി. ഹിന്ദിയാ? ഇംഗ്ലീഷായ കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. അതായത്
ഒരു ഗസ്റ്റും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും, ഒരു ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ തോറ്റ ടീമിനുള്ള സമ്മാനം ഇവര് തന്നെ കൊടുക്കും. അപ്പൊ കിട്ടുന്നേട്ടൻ ഇന്ന് ജയിച്ച ടീമിനുള്ള സമ്മാനമായിട്ട് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും നമ്മുടെ ഈ ഫ്ലോറിലേക്ക് എത്താൻ പോവാ. കിട്ടുന്നേട്ടാ ഒന്ന് വാന്ന്. ഞാൻ പറഞ്ഞില്ലേ തങ്കച്ചന്റെ അനിയൻ. ഹലോ, നല്ല ഭംഗിട്ടോ കാണാൻ. പിന്നെ നിന്നെയൊക്കെ കണക്കാ. യു ലുക്ക് സോ ക്യൂട്ട്. താങ്ക് യു, താങ്ക് യു. ചേട്ടന് എന്നെ വിറപ്പനിയാണോ? നിന്നെ പോലെ അല്ലടാ. കിട്ടുന്നേട്ടാ ആ, ഇന്ന് എന്താ സമ്മാനം കൊടുത്തിട്ടുള്ളേ? അത് നല്ല സമ്മാനമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അടിപൊളി. ആ, കിട്ടുണ്ണേട്ടാ, ആ, ഞാൻ ഒറ്റ തുടങ്ങി തങ്കച്ചനാന്ന് വിചാരിച്ചേട്ടാ. തന്നെ. എടാ തങ്കച്ച, നിനക്ക് ഇപ്പോഴും പെണ്ണ് കിട്ടിയില്ലല്ലോടാ. കിട്ടുന്നേട്ടാ ആ, പറ. തിരിച്ചു പോകുമ്പോഴേ ആ, എന്നെ ആ മണിയുടെ ഇറക്കോ? ഇല്ല ഇല്ല, അതെന്താ? സതീശ എക്സൈസുകാരെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചേക്കാണ്. ഓരണ വഴിക്ക് പഞ്ഞിമരത്തിൽ അങ്ങോട്ട് ഇടിച്ചെന്നോളൂ. അയ്യോ കിട്ടുന്നേട്ടന്റെ ചിരി എന്ത് രസാ. മോനെ ജിഷിനെ, വല്ലപ്പോഴാ കൂടെ വാ തുറക്കണേടാ, അല്ലെങ്കിൽ വായിക്കാത്ത ചിലന്തി വല കേട്ട്. മേനക ചേച്ചി, ഓ ഓ, സുഖം തന്നെ? നന്നായിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എന്റെ തലയെഴുത്തെന്നല്ലാതെ എന്ത് പറയാനാ. അയ്യോ, കിട്ടുന്നേട്ടാ എന്റെ പാട്ട് കേൾക്കാറുണ്ടോ? എടാ പൊന്നോടപ്പുറത്തോനെ, എനിക്ക് ഇത്തിരി കൂടെ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം നിന്നെ വിഷം തന്നെ ഞാൻ കൊന്നനെ. ഈ കിട്ടുന്നേട്ടന്റെ ഒരു പ്രത്യേകതയെ നമ്മളൊക്കെ എന്തെങ്കിലും കോമഡി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കിട്ടുന്നേട്ടൻ അത് ചിരിച്ചു കയറ്റിക്കോളും. നല്ല സൂപ്പർ ചിരിയാണ് കേട്ടാ. താങ്ക് യു, താങ്ക് യു. കിട്ടുന്നേട്ടാ ആ, ഇന്നത്തെ പ്രൈസ് എന്താ? ഇത് സമ്മാനമാണോ? കിട്ടുന്ന ചേട്ടന്റെ അണ്ടർവെയർ ഊരിപ്പോയതാണോ? ഇതിന് നിന്റെ കോമഡി ഇത്തിരി കൂടുന്നുണ്ട്. കിട്ടുണ്ണി ചേട്ടാ, ഓ. ചേട്ടാ ഇവിടെ പലതും വന്ന് വെറുതെ ശമ്പളം മാറ്റോണ്ട് പോവാണ്, തിന്നുണ്ട്. ആ, ഒരു ഉപയോഗമില്ല. ആ. ഇതിനെ വേറെ കുട്ടികൾ കിട്ടി കളയാൻ വല്ല മാർക്കോട്ടോ കിട്ടുണ്ണി ചേട്ടാ? എടാ ഇതിനൊന്നും വേണ്ടടാ, ഇതെല്ലാം ഇവിടെ തന്നെ അടിയും. അതെ ഞാനൊരു കാര്യം പറയട്ടെ. പറയടാ. കിട്ടുമ്പോ ഉണ്ടണോണ്ടാണ് കിട്ടുന്നേട്ടാന്ന് പേരിട്ടേക്കണത്. അത് നീ വെളിയിൽ വാ, ചെവി പറഞ്ഞുതരാം. അവിടെ ഗസ്റ്റ് ഒക്കെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. അതെ ഞാനൊരു കാര്യം പറയട്ടെ. കിട്ടുണ്ണി ചേട്ടാ, ആ, പറ പോലെ. ഞാൻ സ്ഥിരമായിട്ട് എന്റെ ടീം തോക്കുകയാണ്. ആ. എന്താണ് ഇതിനൊരു പരിഹാരം? നിന്റെ അടുത്തിരിക്കുന്ന ആ അപായ തലേനെ കൊണ്ട് ആദ്യം കാട്ടിക്കളാ, നീ ജയിക്കും. കിട്ടുന്നേട്ടൻ നമ്മളെയാണ് കളിയാക്കി കൊണ്ടിരിക്കുന്നത്. സമ്മാനം മേടിച്ച പുള്ളിയോട് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. അതല്ലേ നല്ലത്. കിട്ടുന്നേട്ടാ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? താങ്ക് യു, താങ്ക് യു. ആ അപ്പൊ എന്നാ കിട്ടുന്നേട്ടൻ ഒന്നിവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനം എനിക്ക് ചൂടോടുകൂടി എടുക്കായിരുന്നു. പക്ഷെ ഞാൻ വരാം, എന്നെ പിറത്ത് തുടരുത്. ഇല്ല കിട്ടുണ്ണി ചേട്ടാ, ആ, ബോഡി എനിക്ക് നാണമാണ്. ബോഡി ടച്ചിങ് ഇഷ്ടല്ല. അല്ല അല്ല അല്ല. അയ്യോടാ. ആ കുറുമ്പ് കാണിക്കല്ലേ കിട്ടുന്ന ചേട്ടാ. കിട്ടുന്നേട്ടാ ആ, എടുക്കാണ്. എടുത്തോ എടുത്തോ. ബോഡിയിൽ ടച്ച് ചെയ്തിട്ടില്ലേ? വേറൊന്നും എടുക്കല്ലേ. ഓക്കേ കിട്ടി സമ്മാനോ. കിട്ടുണ്ണി ചേട്ടാ പോവാനാ ചേട്ടാ? പിന്നെ ഞാൻ ഇവിടെ നിന്ന് പുഴുക്കാൻ പോണ. ഞാൻ പോണേ. പൊക്കോ. മേനക ചേച്ചി, ഓ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്താണ്? നിന്നെ കണ്ടതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു. ചെന്നൈയിൽ എല്ലായിടത്തും എന്റെ അന്വേഷണം പറയണം. എല്ലാവരോടും പറയാം. ഓക്കെ, ഞാൻ ലാലേട്ടൻ ഫാനാണ് കേട്ടോ. ആണാ? പറഞ്ഞേക്കാം, ലാലേട്ടൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞേക്കാം കേട്ടോ. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഒന്ന് ചിരിച്ചേ. ആ ചിരി ഭയങ്കര ഇഷ്ടമായി. ആ കൊള്ളാം കൊള്ളാം. കിട്ടുന്നേട്ടാ ചെല്ലിയല്ലേ. ഗുഡ് നൈറ്റ്. വി മിസ് യു. ചേട്ടാ ഗുഡ് നൈറ്റ്. സൂപ്പർ ഓഡിയൻസ് ആയിരുന്നു കേട്ടോ, ഓഡിയൻസ്. ഓക്കേ അപ്പോ കിട്ടുണ്ണേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള സമ്മാനം എന്താന്ന് അറിയണ്ടേ? ടീം മെമ്പേഴ്സ് എല്ലാരും വരും. നീ അവിടെ ഉളുപ്പില്ല. ആണോ ഇല്ല, ഉളുപ്പില്ല, ചെന്ന് കയറി കൊടുക്കാം. അവര് കണ്ടട്ടോ. ഒരെണ്ണം എനിക്ക് തന്നെ. ആഹാ ഒളിപ്പിക്കുന്നതിനാ? സീക്രട്ട് ആയി ഞങ്ങൾക്ക് മാത്രം കിട്ടുന്ന സാധനം. കിട്ടുണ്ണി ചേട്ടാ, ഗോൾഡ് കോയിൻ.
എല്ലാവർക്കും സ്വർണ്ണ നാണയം ഒരു പവനുണ്ടല്ലേ? സ്വർണ്ണ നാണയമാണ് കിട്ടണേട്ടൻ കൊണ്ടുവന്നിട്ടുള്ളത്. കിട്ടണേട്ടൻ്റെ ഒരു മനസ്സയ്യോ പോണ്ടായിരുന്നു അല്ലേ? നാളെ ആങ്കറിനും കൂടെ കൊണ്ടുവരണേ. ഓക്കെ, അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ടു ദ എൻറ്റയർ ടീം. പക്ഷേ ലക്ഷ്മി, ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. എന്താ? നമുക്കിത് കിട്ടിയല്ലോ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മള്? ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇവരെങ്ങനെയാണ്, അതായത് ജയിച്ചു തോറ്റു എന്നൊന്നുമില്ല. അപ്പൊ എന്തിന് തോറ്റ ടീമിന് ഒരു പ്രോത്സാഹന സമ്മാനം, നല്ല മനസ്സല്ല. അപ്പൊ എന്നാ കൊണ്ടുവരട്ടെ ഇവർക്കുള്ള സമ്മാനം? കൊണ്ടുവരൂ. എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ ചേച്ചി? കൊടുക്കൂ. പിന്നെ എന്തെങ്കിലല്ല, എല്ലാം കൊടുക്കൂ. എല്ലാം കൊടുത്തേക്കണം. ഓക്കെ, മേനക ചേച്ചി പറഞ്ഞ പോലെയും സ്റ്റാർ മാജിക്കിന്റെ ഒരു റൂള് പ്രകാരവും തോറ്റ ടീമിനുള്ള പ്രോത്സാഹന സമ്മാനം ഇവർക്ക് മാത്രം സമ്മാനം കിട്ടണത് ഇവർക്കൊരു വിഷമം. അതുകൊണ്ട് തന്നെ സുമ എന്തോ നോക്കി കൊടുത്തോളൂ. നമ്മൾ എങ്ങനെ ജയിച്ച് നമ്മളിങ്ങനെ സ്വർണ്ണ കോയിനൊക്കെ മേടിച്ച് നമ്മൾ മാത്രം അങ്ങനെ ഉയർത്ത് പോയാൽ പോരല്ലോ. ചേച്ചി, സർപ്രൈസ് കൊടുക്കട്ടെ? എന്താണ് സർപ്രൈസ്? ഇത് ചാട്ടയാണ്. നീ ഇത് വെച്ചൊന്നും അടിക്കണ്ട, നീ വർത്തമാനം പറഞ്ഞാലേ അടി തന്നെ. ശരി, പോട്ടെ, കൊടുക്ക്. ഞാൻ ഒരു അക്ഷരം മിണ്ടല്ലോ. സ്വർണ്ണ നാണയം കൊടുക്കാന്നും പറഞ്ഞ് വാ അടച്ചില്ല, അതിന് മുന്നേ ചാട്ടയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു ഗസ്റ്റിനെ ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എന്തും വേണ്ടി നമുക്ക് വർത്തമാനം പറയാൻ പാകത്തിനുള്ളൊരു സ്നേഹത്തിന്. അതിന്റെ പേരിൽ ഷാലു റിമൈൻഡ് യു സംതിങ്. അയ്യോ, ചുമ്മാ കളിയല്ല അത്. 1 2 3 ഗോ. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്ക്, അഭിനന്ദനം നിനക്കത് തന്നെ വേണം. അടുത്ത ഗെയിം ആവട്ടെ, അടിക്കാട്ടാ. ഷാലു പാവമാണ്, അവളിനി ഒന്നും ചെയ്യില്ല. Shall I remind you something? കണ്ണുനീർത്തുള്ളിയിൽ പാറ്റിനോടുപമിച്ച നിനക്കടി കൊള്ളണം, നിനക്കടി കൊള്ളണം, നിനക്ക് എക്സൈസിന്റെ നാടി കൊള്ളണം, നിനക്കടി കൊള്ളണം. ചേട്ടാ, ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം. ചേട്ടൻ കുളിക്കാറുണ്ടോ? നിന്നെ പോലെയല്ല, കുളിക്കാറുണ്ട്. ചേട്ടൻ കുളിക്കുന്നത് എങ്ങനെയാ? ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് മഗ് ഉപയോഗിച്ചിട്ട്? സാധാരണ ആൾക്കാർ കുളിസീൻ കാണാൻ പോവാ. സാധാരണ ആൾക്കാർ കുളിസീൻ കാണാൻ പോവാ. ഇത് ആദ്യമായിട്ട് കുളിസീൻ ചോദിച്ചു കേൾക്കണത്. അതായത് കപ്പിങ്ങനല്ലേ കുളിക്കുന്നത് നമ്മള് സാധാരണ? കപ്പ് അല്ല, ഇങ്ങനെ കുളിക്കുന്ന എന്നാലോ? പറ അങ്ങോട്ട്. മഗ് ഉപയോഗിച്ച് ഇങ്ങനെയല്ലേ കുളിക്കുന്നത്? അങ്ങനെ കുളിക്കുന്നത്. ഈ കൈ നനയാറുണ്ടാ? ഞാൻ കുളിക്കുമ്പോ അങ്ങനെ നിന്റെ കൈ തന്നെ. ഞാൻ കുളിക്കുമ്പോ എങ്ങനെ നിന്റെ കൈ നനയും? ഈ മണ്ട അല്ലെങ്കിൽ പറയൂല. ഇത് പറഞ്ഞു കൊടുത്തു അവിടെ. അയ്യോ പാവ. പിന്നെ ഇത് പിന്നെ ഇത് IAS ചോദിക്കുന്ന ചോദ്യമല്ലേ? ഇത് പറയാതിരിക്കാൻ. ഇത് IAS ചോദിക്കുന്ന ചോദ്യമാണ്, പറയാതിരിക്കാൻ. തങ്കച്ച, ഇതിന്റെ പിന്നിലാരാന്നറിയോ? ഈ മനുഷ്യനാണ്. ഞാൻ രാവിലെ അവളോട് പറഞ്ഞു ഇത് വട്ടംപൊളി. ഈ പൊട്ടി വല്ലതും പറയണമെങ്കിൽ ആ മണ്ടം വിചാരിക്കണം. അപ്പൊ അതിനു വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരടിക്ക് നമുക്ക് കാര്യം പറ്റി കൊടുക്കാം. ഓക്കെ, ഒറ്റ അടിയിൽ എവിടെ നിന്ന് വന്നു? പോക്കറ്റിൽ നിർത്തതാ. ആ ഉള്ള ഗോൾഡ് കോയിനും കൊടുത്തേച്ച് വന്നേക്കുക. ഞാൻ എന്റെ ചോയ്സ് മാറ്റി, എനിക്ക് മണ്ടന മതി. ഹലോ ചെല്ലു മണ്ടൻ. ഒരു മണ്ടനെ ഒരു മണങ്ങൂസ് അടിക്കുന്നു. ചാടരുത്, ചാടി ഞാൻ രണ്ടടിക്കും. അടിക്കണേ നമ്പൊരു ചോദ്യം. ലൊക്കേഷനിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് വരുന്ന ആർട്ടിസ്റ്റ് ഏത് ലൊക്കേഷനിലും? മമ്മൂക്കയുടെ ലൊക്കേഷനാണോ? ഏത് ലൊക്കേഷനിലും. ഓക്കെ, ഇത് ഞാന് പറയുന്നവൻ കുരങ്ങച്ചൻ. കുരങ്ങനല്ല, കുരങ്ങയുടെ അച്ഛൻ. ഏത് ഭാഷയുടെയാണ്? ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല ആള്. ജീവിച്ചിരിക്കുന്നില്ല ആള്. അപ്പൊ ലൊക്കേഷൻ അല്ല, ഏത് ലൊക്കേഷനിൽ ഏത് ഭാഷ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ആര് പറഞ്ഞത്? ഇപ്പൊ ഇത് പറയുന്ന ആള് കുരങ്ങനാന്നല്ലേ പറഞ്ഞത്? കുരങ്ങച്ചൻ, കുരങ്ങന്റെ അച്ഛൻ ഉല്ലാസ്. ആൻസർ കറക്റ്റ് ആണോ ടീമേ? ശരിയാണ്. ആ ഉത്തരം പറഞ്ഞപ്പോ എനിക്കൊരു പേര് കിട്ടി, കുരങ്ങന്റെ അച്ഛൻ. ഞാൻ ശരി മോനെ, ഞാൻ കുരങ്ങന്റെ അച്ഛനാണ്. ശരി അച്ഛാ.
മോനെ 10 മണിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തിയേക്കണം കേട്ടോ. അച്ഛൻ ടെൻഷൻ അടിക്കും. ശരി, കുരങ്ങിന്റെ അച്ഛ. ശരി ചേച്ചി ചാടി ഞാൻ രണ്ടടിക്ക്. ഓക്കെ 1 2 3 ഗോ. ഓ പിന്നെ ഓവർ ആക്ടിങ്. ഉല്ലാസേറ്റൻ. അല്ലല്ല, അടിക്കാനായിട്ട് ഇത്രയും സ്നേഹത്തോടെ വരുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. ഉല്ലാസേറ്റ് പ്ലീസ് കം. കുടകിന്റെ പെർഫോമൻസ് ആണ്. കുടകിന്റെ കടിഞ്ഞാണില്ലാത്ത കുരങ്ങന അല്ല കുതിര അടിക്കാൻ പോകുന്നു. 2 3 ഗോ. ഓക്കേ. അതെ. ഏട്ടാ ഈ കോഫി വരൂ. ഒരു ഭാര്യ ഭർത്താവിനെ അതിക്രൂരമായി തല്ലുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ പോകുന്നത്. ചേച്ചി ചേച്ചി ഇവിടെ വീട്ടിലൊക്കെ ഇവനിതാ അവസ്ഥ. ആദ്യം തന്നെ മേനക ചേച്ചിയോടും ഓഡിയൻസിന്റെ അടുത്ത് എനിക്കൊരു കാര്യം നന്ദി പറയുന്നു. ഈ പ്രകടനം നിങ്ങൾ ആരും കണ്ടിട്ട് വീട്ടിൽ പോയി അനുകരിക്കരുത്. മനസ്സിലായില്ലേ? പിന്നെ ഇത്രയും നാളെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയും, ഏട്ടാ വാ ഏട്ടാ നമുക്ക് സ്റ്റാർ മാജിക്കിൽ പോവാ ഏട്ടാ, നമുക്ക് അവിടെ പോയി ഗെയിം കളിക്കാം ഏട്ടാ. അപ്പം ഞാൻ എന്താ വിചാരിക്കണത്, ഞാനത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ വീട്ടിൽ കുടുംബത്തിൽ പൈസ ഇല്ല, ഞാനും കൂടെ പണിയെടുക്കാം, എന്നാൽ 5 പൈസ വീട്ടിൽ വരണമെങ്കിൽ വരട്ടെ. പക്ഷേ സംഭവം അതല്ല, ഇവളുടെ ഉള്ളിൽ ഇപ്പൊ എന്നെ തല്ലണം. പതുക്കെ അടിക്കണേ, തൊട്ടു തൊട്ടില്ലാന്നടിക്കണേ. 3 ഗോ. അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഇല്ല ഇല്ല ഇല്ല, അടികൊണ്ടു അടികൊണ്ടു. അല്ലല്ല, അടികൊണ്ട് കൊണ്ട് ഞാൻ കണ്ടു, വലത്ത് കാലിൽ നന്നായിട്ട് കൊണ്ടു. ഇവിടെ ഇവിടെ അതായത് അതാണ് വലത്ത് കാലം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. സോ ഇനി ലാസ്റ്റ് ആയിട്ട് വരാൻ പോണത് എന്താ? ഇനി ഈ പരിപാടിക്ക് വന്നതിന് വേണ്ടിട്ട് എനിക്കൊരു അടി കിട്ടുവോ? ഞങ്ങൾ അങ്ങനെ ചെയ്യോ? അല്ല ജിഷൻ ചേട്ടനാണോ പുതിയ കുട്ടി അടിക്കാൻ പോണേ? അയ്യോ വേണ്ട, അടിച്ച് കൊല്ലരുതാ കൊച്ചിനെ. ഓ ഐശ്വര്യ, ഇവന്റെ പേരിൽ ഒരു കേസ് കിടപ്പുണ്ട്. ചേട്ടാ പയ്യടിക്കണേ. എടാ ഇത്രയും ബിൽഡപ്പ് നീ എന്തിനാ കൊണ്ടുവന്നത്? അടി കഴിഞ്ഞു. ഓക്കേ, അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത എപ്പിസോഡിൽ കിടുക്കൻ വിശേഷങ്ങളും കിടുക്കൻ തമാശകളും കിടുക്കൻ ഗെയിംസും ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം കേട്ടോ. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലിക്സർ പ്രസൻസ് മൈ ജി ഫ്യൂച്ചർ സ്റ്റാർ മാജിക്. ബൈ.